ഈ ഇരിക്കുന്ന ജോബി എല്ലാത്തിനും പുറകിലേക്ക്. അതെ, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഒരു സാധാരണക്കാർക്ക് ഒരു പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി തരും. പേടിയൊക്കെ മാറിയിട്ട് പേടിയല്ല. അപ്പൊ നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിരുന്നു. അപ്പൊ നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഇത് വിൻ ചെയ്ത ഫ്ലാറ്റ് ആയതുകൊണ്ടാവണം ഏകദേശം 2 മില്യൺ ആൾക്കാർ അത് കണ്ടു. അപ്പോൾ ആ 2 മില്യൺ ആളുകൾക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, ഇത് റിനോവേഷൻ കഴിഞ്ഞ് ഇപ്പോ എന്തായി എന്ന് അറിയാനും ഒക്കെ ഒരു ആകാംക്ഷയുണ്ട്. അപ്പം ഇക്കയ്ക്ക് എന്താണ് ഇപ്പോ കഴിഞ്ഞു, വർക്കെല്ലാം കഴിഞ്ഞു, അപ്പൊ ഇക്കയ്ക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാം കഴിഞ്ഞ നല്ല സന്തോഷമാണ് ഞങ്ങക്ക്. ശരിക്കും ആ വീഡിയോ, അന്നത്തെ വീഡിയോയിൽ നമ്മൾ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുപോലെ നമ്മളെ പ്രേക്ഷകർക്ക് ഇത് പറഞ്ഞ പോലെ അന്ന് ഫ്ലാറ്റ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ജസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും ഈ ഒരു ഫ്ലാറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 10-15 വർഷം ഐഡിയ സ്റ്റാർ സിംഗർ വഴി കിട്ടിയ ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ റോയ് സാർ തന്ന 2009 കീ ഹാൻഡ് ഓവർ ചെയ്തത്. അതിനുശേഷം ഇവിടെ തന്നെ ഞാൻ സെറ്റിലായി, കൊച്ചി തന്നെയാണ്. ഇപ്പോഴാണ് ഒരു റെനോവേഷൻ എന്നുള്ള ഒരു ഫ്രണ്ടിന്റെ ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ജോബിയെ കുറിച്ച് പരിചയപ്പെടുന്നതും പിന്നെ വിളിക്കുന്നതും. ശരിക്കും ഒരു നമ്മളെ ഒരു ചെറിയൊരു എന്താണ് നമ്മുടെ വാഷ്റൂമിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ തുടങ്ങിയതാണ്, ചെറിയൊരു ഇതായിട്ട്. പക്ഷെ പിന്നെ ജോബിയുടെ ഐഡിയാസ് ഒക്കെ വന്ന് കുറെ ഇതിന്റെ 3D ഇമേജ് കാണിച്ചപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യണമെന്ന് തോന്നി. എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തേലും വ്യത്യാസം എന്താ വെച്ചാൽ നന്നായിട്ട് സ്പേസ് ഒക്കെ നന്നായിട്ട് കൂടി. നേരത്തെ മൊത്തത്തിലൊരു കൺജഷൻ ഒക്കെ ഉണ്ടായിരുന്നു, സ്പേസ് കൂടി മൊത്തത്തിൽ എന്തായാലും അടിപൊളി. ഈ ഹോളൊക്കെ തന്നെ ആണെങ്കിലും ഭയങ്കര കൺജഷൻ ആയിരുന്നു. ഇതൊക്കെ ഒരു ഓപ്പൺ ആക്കി ഒരു കുറച്ചുകൂടെ സ്പേഷ്യസ് ആക്കി സൗകര്യങ്ങൾ കൂട്ടിത്തന്നു. സന്തോഷം. താങ്ക് യു. അപ്പം നമ്മൾ ഈ ഫ്ലാറ്റ് കിട്ടിയിട്ട് ഏകദേശം 15 വർഷമായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ 15 വർഷം അന്ന് ചെയ്തത് വെച്ചിട്ടാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് ഒന്ന് റിനോവേറ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം തോന്നിയത് എപ്പോഴാണ്? നമ്മളിങ്ങനെ റെനോവേഷൻ ചെയ്യണമെന്നുള്ള കുറെ വർഷത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിന് പോയതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തതും. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു പറഞ്ഞല്ലോ, ഞാൻ ഒരു വാഷ്റൂമിന്റെ ഒരു ലീക്കേജ് പ്രശ്നം ഉണ്ടായിരുന്നു, പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിൽ തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ജോബി തന്നെയാണ് കാരണം തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ഇമേജസും 3D ഇമേജസ് ഒക്കെ ഇപ്പം ലിവിങ് ഇവിടെയൊക്കെ TV യൂണിറ്റിന്റെ ഒക്കെ അത് കാണിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ മാറ്റാല്ലേ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരികയും അങ്ങനെ അങ്ങ് തുടങ്ങിയതല്ലേ നമ്മള്. പിന്നെ തുടങ്ങി കുഞ്ഞുള്ളോണ്ട് സ്പേസും കുറച്ചും കൂടി വേണമല്ലോ, സ്പേസിന്റെ കാര്യങ്ങളും പിന്നെ പൊടിയുടെ പ്രശ്നം. പിന്നെ ഈ സീലിംഗ് ഒക്കെ ഈ പറഞ്ഞ പോലെ നല്ല പൊടി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അവന് ഹെൽത്തി പ്രോബ്ലംസ് വരണമുണ്ട്. പിന്നെ സ്പേസിന്റെ ഇഷ്യൂ ആയിരുന്നു മെയിൻ ആയിട്ട്. അതെ. ഇപ്പൊ നമ്മള് പണി തുടങ്ങി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങള്, അതുപോലെ ഇത് വർക്ക് ടൈമിൽ തീർക്കുന്ന കാര്യങ്ങള്, അങ്ങനെ എങ്ങനെയായിരുന്നു നമ്മളുമായിട്ടുള്ള ഒരു അയോൺ ഹോം മെറ്റീരിയൽസുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം? ഫോളോ അപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും ജോബി ഫോൺ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്ത് പണിക്കാണെങ്കിലും അപ്പൊ തന്നെ ആൾക്കാരെ അത് ഇഷ്യൂ ചെയ്യാം. എന്ത് കുഞ്ഞാവശ്യങ്ങള് ചെറിയൊരു ആവശ്യം പറയുവാണെങ്കിൽ അത് കഴിയുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നന്നായിട്ട് തന്നെ അതെ സോൾവ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ നമ്മളുടെ ഇഷ്യൂ ചിലപ്പോ ചെറുതായിരിക്കും, കുഞ്ഞു സ്പേസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അത് എങ്ങനെ എത്രത്തോളം ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു വീട് ന്യൂവായിട്ട് വെക്കുന്നത് കൂട്ടല്ല റെനോവേഷൻ്റെ. അത്യാവശ്യം നന്നായിട്ട് വേസ്റ്റും കാര്യങ്ങളും, അതിന്റെ ഒന്നും ഒരു സംഭവങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിന്റെ ഉള്ളിൽ വന്ന് വേസ്റ്റ് പോലും എല്ലാ കാര്യങ്ങളും. പക്ഷെ അത് എടുത്ത എഫേർട്ട് സമ്മതിച്ചു തരണം കേട്ടോ. അത് വേറെ ആരും അങ്ങനെ, കാരണം പുതിയൊരു ഫ്ലാറ്റിൽ എന്താണ് നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നമ്മള് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടില് അത്ര ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ്. അപ്പൊ അത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലാം ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ കാണും, അതൊക്കെ ഷിഫ്റ്റിംഗ് ഒക്കെ കുറെ കാര്യങ്ങളെല്ലാം നല്ല
പിന്നെ ഫൈനലി ഇങ്ങനെ ഒരു ഫുൾ മാറ്റങ്ങളൊക്കെ വരുത്തി ഇത്രയും ക്ലീൻ ഹൗസ് ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ വർക്ക് എല്ലാം കഴിഞ്ഞപ്പോ ഇക്കക്ക് ഈ വീടിന്റെ ഏത് പോർഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? എനിക്ക് നമ്മുടെ TV യൂണിറ്റിൽ നമ്മുടെ പ്രൈസ് ഒക്കെ വെച്ചിരിക്കുന്ന ഷെൽഫൊക്കെ അകത്തുനിന്നുള്ള പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തപ്പോൾ ആ ഒരു പ്രൈസസിനൊക്കെ ഭയങ്കര ഒരു ബ്യൂട്ടി കൂടി. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ് സാധനം ചെയ്തേക്കണത്. അതുപോലെ ഇത് നമ്മളെ ഈ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഓപ്പൺ ഫുൾ ഗ്ലാസ് ആക്കിയതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമ്മുടെ ഈ ബാൽക്കണി ഏരിയ. അപ്പൊ ഇത്തക്ക് ഈ വീടിന്റെ ഏത് പോർഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്നാലും ഇവിടെ എനിക്ക് ഇഷ്ടമാണ് നമ്മുടെ ഈ ബാൽക്കണി എക്സ്റ്റൻഷൻ. പണ്ട് ഇവിടെ ആയിരുന്നല്ലോ നമ്മുടെ ഈ ലെവലിലായിരുന്നു പാർട്ടീഷൻ. പക്ഷെ ഇപ്പൊ ഫുൾ ഗ്ലാസ് വന്നപ്പോ നല്ല രസമായി. വൈകുന്നേരമൊക്കെ ഇവിടെ കാറ്റാണെങ്കിലും നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ കിച്ചണും ഇഷ്ടമാണ്. കിച്ചണില് സ്പേസ്, വർക്ക് ചെയ്യാനൊക്കെ സ്പേസ് കൂടി, ആ വർക്കിംഗ് ഏരിയ അതൊക്കെ കൂടി, പിന്നെ കബോർഡ്സ് ഒക്കെ എല്ലാം ഇഷ്ടമാണ്. കിച്ചണൊരു പാർട്ടീഷനൊക്കെ ഉണ്ടായിരുന്നു മുന്നേ, അപ്പൊ ഭയങ്കര ലൈറ്റ് പ്രശ്നമായിരുന്നു. പക്ഷെ അതിപ്പോ ഓപ്പൺ ആക്കിയപ്പോ നല്ല വെട്ടമായി, അതുപോലെ തന്നെ നല്ലൊരു സ്പേസ്. കിച്ചൺ ഇച്ചിരി വലുതായി, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൂടി. പിന്നെ അത് മാത്രല്ല, നമ്മൾ ഈ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്ത വിൻഡോസിന്റെ ഇതില്ലേ, അതിലൊക്കെ ഈ മിററിന്റെ ചെയ്തത് അത് ഭയങ്കരമായിട്ട് നമ്മൾ ഈ സ്പേസ് കൂടിയ പോലെ, വീടിന്റെ സ്പേസ് കൂടിയ പോലെ ഹിഡൻ ഏരിയ ആയിട്ടാ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടൂല. പക്ഷെ മിറേഴ്സ് വന്നപ്പോ കുറച്ചും കൂടി നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. നേരത്തെ നമ്മുടെ ഫ്ലാറ്റില് ഇവിടെ താമസിക്കുമ്പോൾ ഉള്ള ഒരു ഫീലും ഇപ്പൊ ഉള്ളൊരു ഫീലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒന്ന് പറയാം? നല്ലൊരു ഡിഫറെന്റ് ആണ്. കാരണം ഇതിന്റെ നേരത്തെ ഈ സീലിംഗ് ഒക്കെ ഭയങ്കര താഴ്ചയിലായിരുന്നു, ഭയങ്കര ഒരു ഇടുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല എന്താണ് ഹൈറ്റിലോട്ട് പോയപ്പോഴത്തേക്കും എന്താണ് ഒരു എയർ സർക്കുലേഷൻ, ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ നന്നായിട്ടുണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഫാനൊന്നും ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഫാനൊക്കെ വന്നപ്പോഴത്തേക്കും കൂടുതൽ അല്ലേ ആ തണുപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ ലൈറ്റിംഗ് ഒരു അപാര ലൈറ്റിംഗ് ആണ് ഇവിടെ. ഇതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് ആണെങ്കിലും പുറത്തുനിന്നുള്ള വെളിച്ചമാണെങ്കിലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. എയർ സർക്കുലേഷൻ ഒക്കെ പണ്ട് അത്രയും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഷൂട്ടിംഗ് പർപ്പസ് ഒക്കെ ആണെങ്കിൽ പോലും പ്രത്യേക ലൈറ്റ് ഒന്നും കൊണ്ട് വെക്കേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ള ലൈറ്റ് തന്നെ യൂസ് ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇന്റീരിയർ ലൈറ്റിംഗ് ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്, ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോഴും. അപ്പൊ നമുക്ക് ഇക്കയുടെ വർക്ക് നമുക്ക് ചെയ്യാൻ കിട്ടിയത് ഞങ്ങൾ വളരെ ഭാഗ്യം ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഞങ്ങൾ ചെയ്യാൻ വന്നപ്പോ എനിക്കറിയത്തില്ല ഇക്ക എങ്ങനെയാണ്, നമ്മൾ അന്ന് പാട്ടൊക്കെ TV-യിൽ കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ എങ്ങനെയാവും എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ചെറിയൊരു പേടിയോട് കൂടിയാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞു ഇപ്പൊ പേടിയെല്ലാം അതെ. എങ്ങനെയാണ് ജോബി ഒരുപാട് ക്ലയൻസിന്റെ അടുത്ത് പോകുന്നതാണല്ലോ, അപ്പൊ അതൊന്നും എന്താണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു എന്താണ് ചേഞ്ച് ഉണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് കസ്റ്റമറിന് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇക്കയായിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇക്ക വളരെ ഫ്രണ്ട്ലി ആണ്. അതുപോലെ എന്ത് കാര്യം പറഞ്ഞാലും അത് മനസ്സിലാക്കി അങ്ങനെയാണ് ഇക്ക പ്രതികരിക്കുള്ളൂ. ഞാൻ ശരിക്കും ജോബിയുടെ ചിലപ്പം ചില എക്സ്ക്യൂസ് ഒക്കെ പറയുന്ന സമയത്ത് ഞങ്ങള് എന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാതെ ജോബിയുടെ സൈഡിൽ നിന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് ഫീൽ ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് വളരെ ഈ പറഞ്ഞ ഈസി ആയിരുന്നു. ഈ പറഞ്ഞ ഇക്ക അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ എനിക്കൊരിക്കലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വളരെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമുക്കൊരു ചെറിയ പേടിയാണ്. രാവിലെ എല്ലാ ദിവസവും ഫോൺ കോൾ. അതെ. അപ്പോ അയോൺ ഹോം ഇന്റീരിയേഴ്സിന് ഇക്ക ഇനി റെക്കമെൻഡ് ചെയ്യുവോ? ഉറപ്പായിട്ടും ചെയ്യൂല. ചെയ്യും. അടിപൊളിയാണ്. ഞാനിപ്പോ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ പുറത്തു കൊടുത്ത് എത്രയോ ലക്ഷത്തിനാണ് അവർ ഓരോ കോട്ട വന്ന് ഇടുന്നത്. അതിന്റെ പകുതി ആവുന്നുള്ളൂ ശരിക്കും പറഞ്ഞാല്. അത്രയും ഒരു നമ്മളെ അല്ലേ
പിന്നെ അതേ ഒരു വർക്കിന്റെ കാര്യമാണെങ്കിൽ പോലും നന്നായിട്ട് എല്ലാം ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ പോലും എല്ലാം ഇവിടെ മറ്റ് ക്വാളിറ്റി ഉള്ള WPC ആണ് ചെയ്തേക്കുന്നത്. അല്ലേ എല്ലാം ചെയ്തേക്കുന്നത്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള അതെ സാധനങ്ങളാണ്. അപ്പൊ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അതും നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാം കൊണ്ടും എല്ലാം നല്ലത് തന്നെ. അതെ, വളരെ വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് പറയും പോലെ നമ്മുടെ ഒരു സാധാരണക്കാർക്ക് ഒരു പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി തരും അയോൺ ഇന്റീരിയേഴ്സ്. അയോൺ ഹോം ഇന്റീരിയേഴ്സ്. അതെ, ഹോം ഇന്റീരിയേഴ്സ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യും കേട്ടോ. താങ്ക് യു.